وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة سائر الأنبياء والعلماء والشهداء والزهداء والصديقين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഒരിക്കലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മ, ഉപ്പ, വല്ലുമ്മ, വല്ലുപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, ജ്യേഷ്ഠൻ, അനിയൻ, സഹോദരിമാര്, ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അവരെ ഖബറിലെ അവസ്ഥ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല. ഞങ്ങളെ സന്തോഷത്തിൽ ഇന്ന് അവരില്ല ഞങ്ങളെ കൂടെ. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. സിഎം വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുരിതങ്ങൾ അകറ്റി തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ ദിക്റും സലാത്തും ഫാത്തിഹയും ഓതുന്നത്. ആ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വേദനകളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല ജോലി കൊടുക്കല്ല, നല്ല വീട് കൊടുക്കല്ല, നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ആമീൻ പറയണം എല്ലാവരും, ആമീൻ പറയും.
കമന്റിൽ ആമീൻ ആമീൻ എഴുതിക്കോളി, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് കമന്റിൽ എഴുതി വിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. ഇതൊരു ആയത്ത് കൂടെയാണ് സൂറത്ത് യാസീനിലെ. ഇൻഷാ അല്ലാഹ് ഉമ്മമാര്, മെൻസസുള്ള ഉമ്മമാര് ചെല്ലുന്നുണ്ടെങ്കിൽ ഇതൊരു ദിക്റാണ് എന്ന നിലക്ക് എല്ലാവരും ചൊല്ലുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹു സ്വീകരിക്കണം. വല്ലാതെ ഫായിദുള്ള ഒരു ദിക്റാണ്, ആയത്താണ് ഇത് ട്ടോ. അതിന്റെ പരമാവധി എല്ലാ ദിവസവും നമ്മൾ 28 പ്രാവശ്യമെങ്കിലും രാവിലെ പറയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആഫത്ത് മുസീബത്തുകളുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള സങ്കടകരമായ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബേ, ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ, കുടുംബങ്ങളെ, ജ്യേഷ്ഠനിയന്മാരെ, മാതാപിതാക്കളെ, ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവരെ കാക്കണേ അല്ലാ. ഭക്ഷണം തന്നവരെ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ആത്മാർത്ഥയോട് ചൊല്ലിക്കൊള്ളി. നല്ല ഫായിദുള്ള, നല്ല ഫലമുള്ള ഒരു ഇസ്മാണിത്. ഇൻഷാ അല്ലാഹ്. യാ ശകൂറു യാ അല്ലാഹ്, 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 യാ ശകൂറു
ശകൂറു യാ അല്ലാഹ് യാ 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 ശകൂറു യാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹം നിക്കാഹ് തീരുമാനിച്ചവർക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. കടങ്ങളില്ലാതെ മക്കളുടെ വിവാഹം നടത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാ ലാ ഹൗല എല്ലാം പോവുകയാണ്. ലാ ഹൗല വല്ലാത്ത ഒരു ഫായിദുള്ള ഒരു ദിക്റാണ്. ലാ ഹൗല, ലാ ഹൗല എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കത് പരിഹാരമാണ്, മാനസികമായ പ്രശ്നങ്ങൾക്കത് പരിഹാരമാണെന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥയോട് ചൊല്ലിക്കോളിയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത
ഇല്ലാ ബില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ. അതിന്റെ പേരിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ, തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന ധാരാളം സ്നേഹനിധികളായ നല്ല മനസ്സിന്റെ ഉടമകളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഉസ്മാഉൽ ഹുസൈനെ ചേർന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. മുസ്ലിമായി മരിക്കണം, മുസ്ലിമായി ജീവിക്കണം, ഇതിനൊക്കെ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇസ്ലാം മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സ് സന്തോഷിപ്പിക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്പം അൻതത്തത്തിലവ് ചൊല്ലാം. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ അൻതത്തത്തിലവ്. അതാണ് അധികമുള്ള മജ്ലിസിലും അൻതത്തത്തിലവ് ചെല്ലുന്നത്. പല ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഉസ്താദ് എല്ലാ മജ്ലിസിലും മങ്കൂസ് മൗലൂദിലെ അൻതത്തത്തിലവ് ചെല്ലുന്നത് എന്ന്. അത് വളരെ ഫായിദുള്ള ഒരു ബൈത്താണ്, നല്ല രസമാണ് അത് ചെല്ലാൻ. ചൊല്ലിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കും ചെയ്യുമല്ലോ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا
أحدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حسد وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إضلاء يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെന്നായി ചേരുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞാണി അൽഹംദുലില്ലാഹ് ഈ ബൈത്ത് ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം തന്നല്ലോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ സർവ്വ പ്രയാസങ്ങളും ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അകറ്റി തരട്ടെ ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ് മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് സ്വർഗ്ഗം നൽകണേ അല്ലാഹ് ഹാജത്തുകൾ നിറവേറ്റണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അഫ്ളലുൽ ദിക്റാണ്. അഫ്ളലുൽ ദിക്ർ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതാണ് ഈമാൻ. സർവ്വ അമ്പിയാക്കളും വന്നത് അഫ്ളലുൽ ദിക്ർ പഠിപ്പിക്കാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ആശയം പഠിപ്പിക്കാനാണ്. പല ആളുകൾക്കും അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറഞ്ഞത് പറ്റൂല. വലിയ വലിയ മോഡേൺ ദിക്റുകളൊക്കെയാണ് പല ആളുകൾക്കും ആവശ്യം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ആദ്യമായി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ആദ്യം കേൾക്കേണ്ടത് അല്ലാഹ് എന്ന പേരാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അൽപം സലാത്ത് ചൊല്ലാം അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واغلي 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അൽപം ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العليم 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മളെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാധിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലിയത് കബൂൽ ചെയ്യണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചാണ് ഈ മജ്ലിസിൽ ഇരുന്നിട്ടുള്ളത് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് എല്ലാ വേദനകളും ശിഫയാക്കണേ അല്ലാഹ് ഒരുപാട് ആളുകൾ അസുഖങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട് വൃക്കക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകൾ അതുപോലെ തന്നെ കരളിന് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് വേദനയാണ് മക്കൾക്ക് അസുഖമാണ് ഭർത്താക്കന്മാർക്ക് അസുഖമാണ് ഭാര്യമാർക്ക് അസുഖമാണ് കുടുംബക്കാർക്ക് അസുഖമാണ് ഉമ്മാക്ക് ഉപ്പാക്ക് അസുഖമാണെന്ന് പറഞ്ഞവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ് ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാഹ് എന്ത് രോഗമുണ്ടെങ്കിലും അതിന്റെ വൈറസുകൾ നശിപ്പിക്കണേ റഹ്മാനെ കീറി മുടുക്കേണ്ട രോഗങ്ങളെ തൊട്ട് തോലണേ റഹ്മാനെ ക്യാൻസർ ഷുഗർ പ്രഷറിനെ തൊട്ട് കാക്കണേ അല്ലാഹ് കാലുവേദന ഊരവേദന തലവേദന കണ്ണുവേദന ചെവിവേദന പനി അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ റഹ്മാനെ ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാഹ് വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ് ഒരുപാട് ആളുകൾ ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് കടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് കടക്കാകരാക്കരുത് അല്ലാഹ് പരിശുദ്ധമായ ദിനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ് കടങ്ങൾ വീടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ് മറ്റൊരാൾ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ പടച്ചോനെ അനുഗ്രഹിക്കണേ പടച്ചവനെ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നല്ല വീട് കൊടുക്കല്ല
ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല, തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. പലിശയെ തൊട്ട് കാക്കണേ റഹ്മാനെ, പലിശയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പലിശയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് അവരെ മക്കളെ നല്ല ക്യാഷ് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ജോലി ശരിയായിട്ടില്ല. നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാ. അവരെ സങ്കടത്തിലാക്കല്ല അല്ലാ. ജോലിയില്ലാതെ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണ്, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിൽ നിന്ന് മക്കളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ അല്ലാ. നല്ല വിവാഹം നൽകണേ അല്ലാ, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കൾക്ക് ഈമാൻ നൽകണേ അല്ലാ. ഇബാദത്തുകൾ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പഠിച്ചവനെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. പഠിച്ചവനെ സിഹ്ർ കണ്ണേറ് കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. അത്തരം പൈശാചികമായ ശത്രുക്കളെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനും മക്ബൂലുമായ മബ്രൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ, നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട് അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാരുണ്ട് അല്ലാ. അതുപോലെ തന്നെ വല്ലുമ്മമാര്, ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര് അനിയത്തിമാര് അവരെ ഭാര്യ ഭർത്താക്കന്മാര് കുടുംബക്കാര് മക്കളുണ്ട് അല്ലാഹുവേ. ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് അല്ലാ. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ ഷർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കവർച്ചക്കാരെ തൊട്ട് കാക്കണേ അല്ലാ. അക്രമകാരികളായ മൃഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാ. ഒരുപാട് കാലം ലോകശയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും, ജീവിതത്തിലും കുടുംബത്തിലും വീടുകളിലും ഒക്കെ ജോലികളിലൊക്കെ നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ കാക്കണേ പടച്ചവനെ, ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കല്ല, സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സങ്കടത്തിലാക്കല്ല അല്ലാ. എന്നും ഈ മജ്ലിസ് കാണുന്നവരുണ്ട്, അവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും അകറ്റണേ അല്ലാ. اللهم عليك توكلنا وإليك نبنا وإليك المصير. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉച്ചക്ക് 1 മണിക്ക് പഠിക്കേണ്ട അടിപൊളി ഒരു വിഷയമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതെല്ലാവരും അതിൽ കേട്ടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.